Good morning, J traders. Welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാൻ പറയുന്നതിന് മുമ്പായിട്ട് ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ പറഞ്ഞ ട്രേഡ് പ്ലാൻ എത്രത്തോളം മാർക്കറ്റിൽ വർക്കൗട്ടായി എന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേക്ക് പോകാം. ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ യൂറോസിൽ പറഞ്ഞ വ്യൂ ബുള്ളിഷ് ആയിരുന്നു. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയേക്കുന്ന ഈ സ്ട്രക്ചർ ഷിഫ്റ്റ് കാരണം തന്നെയായിരുന്നു. അപ്പോൾ ഫ്രൈഡേയുടെ ഏകദേശം ഒരു ന്യൂയോർക്കിന് മുമ്പായിട്ട് വരെ ബുള്ളിഷ് ആയിരുന്നു. പിന്നെ ഫ്രൈഡേ NFP ഉണ്ടായിരുന്നു. ആ NFPയുടെ റിസൾട്ടായിട്ട് ഇവിടെ വൺ ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കി വെച്ചൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഒരു ചെറിയ സെൽ ഓഫ് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ നല്ല രീതിയിൽ ചെറിയൊരു ഫോള് കിട്ടി. ബട്ട് സ്റ്റിൽ ഇത് ഷോർട്ട് ചെയ്യാൻ മാത്രം കൺഫർമേഷൻസ് ഒന്നും അല്ല. സോ ഐ എം സ്റ്റിൽ ബുള്ളിഷ് ഓൺ USD. ഇനി അടുത്തായിട്ട് എൻ്റെ പേഴ്സണൽ ആൻറ്റിസിപ്പേഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മാർക്ക് ചെയ്തേക്കുന്ന ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്നാണ് ഞാൻ അടുത്തതായിട്ട് USD ബൈസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇൻ കേസ് ഈ ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവണമെന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവാൻ മാത്രം കൺഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഞാൻ താഴത്തേക്ക് USD ഈ ഒരു ലോ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ USD ഞാൻ ഷോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് USDയിലേക്കുള്ള എൻ്റെ വ്യൂ. എന്തായാലും കീ ഏരിയ ആയിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നത് ഇന്നത്തേക്ക് കീ ഏരിയ ആയിട്ട് വാച്ച് ചെയ്യുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. അത് നെക്സ്റ്റ് US ഡോളർ നമ്മൾ ഈ ഒരു ഏരിയ തൊട്ട് ബെയറിഷാണ് പറഞ്ഞു വെച്ചത്. ഏകദേശം കഴിഞ്ഞ മൺഡേ ട്യൂസ്ഡേ തൊട്ട് തന്നെ, അതായത് കഴിഞ്ഞ ആഴ്ച ഈ ഒരു ഡേറ്റ് മുതൽ ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ ബെയറിഷായിരുന്നു പറഞ്ഞു വെച്ചത്. നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ഈ ഒരു ലോ ആയിരുന്നു. ഇവിടെ നിന്ന് ഷോർട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂറോ ഒക്കെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ലോ ടേക്ക് ഔട്ട് ചെയ്യണവരെ നമുക്ക് ആ ഒരു ബൈസൊക്കെ ഹോൾഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലോ ആ വെള്ളിയാഴ്ച തന്നെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് ഇപ്പോൾ എന്താണ് US ഡോളർ റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ US ഡോളറിനുള്ള അനാലിസിസ് കറക്റ്റ് ആയിരുന്നു. സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തായിട്ട് US ഡോളർ ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് ഞാൻ അടുത്തായിട്ട് എന്തെങ്കിലും ഷോർട്ട്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ USD പറഞ്ഞ ആ 4 ഹവറിൻ്റെ ബുള്ളിഷ് OB ആക്ടിവേറ്റ് ആവുകയും ഡോളർ താഴത്തേക്ക് പോവുകയും USD അപ്പ് ആവുകയും ചെയ്യും. സോ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ടേൺ ഔട്ട് ചെയ്യാന്ന്. അല്ലാത്ത പക്ഷം ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവണേണ് അവിടെ ബയേഴ്സാണ് സ്റ്റെപ്പിലാവണമെന്നുണ്ടെങ്കിൽ USD വീണ്ടും ഫോളോ ആവുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാം. ഇപ്പോൾ ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഒരു സ്ട്രക്ചർ, ഒരു ക്ലിയർ പിക്ചർ തന്നിട്ടില്ല. മാർക്കറ്റ് എപ്പോഴും നമ്മൾ ക്ലിയർ പിക്ചർ തരണമെന്നില്ലല്ലോ. നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. നമുക്ക് എല്ലാ ദിവസവും ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ മാർക്കറ്റ് തരില്ല. പക്ഷേ മാർക്കറ്റ് എപ്പോഴാണ് ഒരു ക്ലിയർ പിക്ചർ തരിക അപ്പോൾ മാക്സിമം അതിന് അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. ആൻഡ് ഫൈനലി ഗോൾഡിൽ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ബുള്ളിഷായിരുന്നു പറഞ്ഞു വെച്ചത്. ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഓൾ ടൈം ഹൈ അടിക്കാനുള്ള ഒരു പ്രോബബിലിറ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി അന്നത്തെ NFP ന്യൂസ് ഈ ഒരു സ്വിങ് ഹൈസ് മുതലേ ഇതിനെ ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പല വീഡിയോസിൽ ഞാൻ പറയാനാണ് എപ്പോഴും നമുക്കൊരു ക്ലിയർ കിട്ടിയാൽ പോലും, നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ബൈസ് അവിടെ നിന്ന് കിട്ടിയാൽ പോലും ഓരോ സ്വിങ് ഹൈയും അല്ലെങ്കിൽ ഇപ്പോൾ ഷോർട്ട് സെല്ലാണെന്നുണ്ടെങ്കിൽ ഓരോ സ്വിങ് ലോസും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം അവിടെ ഓർഡേഴ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ ഓർഡേഴ്സ് എടുത്തുകൊണ്ട് മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു തൽക്കാലത്തേക്ക് ബെയറിഷ് മൊമെൻ്റ് തരാം. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഹൈ എടുത്തുകൊണ്ട് ഇപ്പോൾ ഡൗൺ അയക്കുന്നത്. സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തായിട്ട് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഇപ്പോൾ ഗോൾഡിൻ്റെ കേസ് പറയാനാണെങ്കിൽ ഒരു ക്ലിയർ പിക്ചർ തന്നിട്ടില്ല. ഒരു ഏകദേശം പറയാനാണെങ്കിൽ ഇന്നത്തേക്ക് ഒരു ബുള്ളിഷ് മൊമെൻ്റ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ വീണ്ടും ബൈസ് ഞാൻ നോക്കുന്നതായിരിക്കും. നോക്കാം. നമുക്ക് മിക്കവാറും ഈ ഒരു ഏഷ്യയുടെ ലോ ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും അടുത്തതായിട്ട് ബൈസിന് ഗോൾഡ് തരാൻ ചാൻസ്. നമുക്ക് നോക്കാം. ഇന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ലണ്ടനേക്കാളും കൂടുതലും ട്രേഡുകൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഇന്നത്തെ ന്യൂയോർക്ക് ആയിരിക്കും. മൺഡേ മേ ബി റേഞ്ച് ആവാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. നമുക്ക് നോക്കാം ഗോൾഡ് എങ്ങനെ ടേൺ ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓവറോൾ ഇന്നത്തെ ഒരു അനാലിസിസ് പറയാനാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നോക്കുന്ന യൂറോ, USD ആൻഡ് ഗോൾഡ്, ഇത് മൂന്നും ഇതുവരെയായിട്ട് ക്ലിയർ പിക്ചർ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ. നമുക്ക് എന്തായാലും പേഷ്യൻസോടെ തന്നെ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് എപ്പോഴാണോ നമുക്ക് ക്ലിയർ പിക്ചർ തരാമെന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി മാക്സിമം ഗ്രാബ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഫൈനലി നമുക്ക് ഇന്നത്തെ ഇത് നോക്കാം. ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് September 9th ആണ്. ഇന്ന് കാര്യമായിട്ട് ന്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് ക്ലീൻ ഡേ ആണ്. യൂറോ ആൻഡ് USD ഇത് റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് ന്യൂസൊന്നുമില്ല. ഇന്ന് നമുക്ക് സേഫായിട്ട് ഇന്ന് ട്രേഡ് ചെയ്യാൻ പറ്റിയ നല്ല ദിവസം തന്നെയാണ്. ഓക്കെ. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഡെയിലി എടുക്കുന്ന ട്രേഡുകളൊക്കെ, ചില ട്രേഡുകളൊക്കെ ഹൈ പ്രോബബിൾ ട്രേഡൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ആബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. ലിങ്കും കാര്യങ്ങളൊക്കെ യൂട്യൂബിൻ്റെ ബയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ICT മലയാളത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ കറൻസി യൂപ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ
ഈ പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ ICT കൺസെപ്റ്റ്സിൻ്റെ മലയാളം സീരീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 15 എപ്പിസോഡുകൾ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനിയും എപ്പിസോഡുകൾ ഈ ആഴ്ച വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നാളെ കറൻസി ബിപ്സ് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി ബിപ്സ്.